എന്തൊരു പന്ന സ്മെല്ല്. ഇത് പന്നലായതാ കണ്ട കൈ 2 ദിവസമായതാ. ഒരു കടി കാണാന്നുണ്ട്. ഒരു കടി മതിയോ? അയ്യാ ആമ്പോ പാപ്പ മമ്മനെ കടിച്ചടാ. ഹേ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ആണ് ബോട്ടിൽ ഫ്ലിപ്പ് ഈറ്റിംഗ് ചലഞ്ച്. പക്ഷെ ഈ ചലഞ്ച് ഒരു പ്രത്യേകത. നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ ചലഞ്ച് വേറൊരു ചലഞ്ചാ. പറയും. കഴിഞ്ഞ വട്ടത്തെ ചലഞ്ച് വേറെയായിരുന്നു, ഈ ചലഞ്ച് വേറെയാണ്. നമ്മള് സെന്ററിലായിട്ട് ഒരു സാധനം വെക്കും. 2 സൈഡിലേക്കും ഈക്വൽ ആയിട്ടുള്ള ബോക്സസ് ഉണ്ട്. അപ്പൊ ബോട്ടിൽ ഓരോ ടൈം ഫ്ലിപ്പ് ചെയ്യുമ്പോഴും ഈ നടുക്കിരിക്കുന്ന സാധനം നമ്മുടെ സൈഡിലേക്ക്, അതായത് സൈഡിലേക്ക് മാറി മാറി വന്നോണ്ടിരിക്കും. നമ്മൾ ഈ വടംവലിയൊക്കെ കളിക്കുന്ന പോലെ നമ്മൾ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യും. നമ്മുടെ സെന്റർ ഭാഗത്ത് ഒരു ഫുഡ് ഐറ്റം വെക്കും, എന്നിട്ട് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യും. അപ്പം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന ആൾക്ക് എത്ര അനുസരിച്ച് ചാടി ചാടി പൊക്കോണ്ടിരിക്കാം. എൻഡിൽ എത്തിയിട്ട് ആരാണ് ഫ്ലിപ്പ് ചെയ്തെടുക്കുക അവർക്കത് കഴിക്കാം. എന്താ ഇവിടെ എന്താണ് നടക്കുന്നത്? അമ്പു അവിടെ നിന്ന് ഫിസ്റ്റ് അടി. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ഫുഡ് ചിക്കൻ സാൻഡ്വിച്ച് ആട്ടോ. അപ്പൊ ഇത് നീ ഇട്ടെടുത്തോടി, ലൈവായിട്ട് ഇട്ടെടുക്ക്. അപ്പൊ അമ്മ ഇടാൻ പോവാ. അമ്മ തരും, അമ്മക്ക് കിട്ടിയ അല്ല, ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും വീണ്ടും ഇടാം. ഓർമ്മ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇടാം. അങ്ങനെ ഇട്ടെടുത്തോന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പാടിലൊക്കെയാണ് നിനക്ക്. അപ്പൊ ഇനി അടുത്ത എനിക്ക് വീഴണം, പ്രാർത്ഥിക്കണം. കൊണ്ടുപോകല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചു. അമ്മ ഇപ്പഴത്തേക്കണം, അമ്മ ഇപ്പഴത്തേക്കണം. അമ്മ ഇപ്പൊ അത് അടിച്ചെടുക്കടാ. വെറും 2 വട്ടം വീണ് കഴിഞ്ഞാൽ പൊന്നാക്കി എടുത്ത് കഴിക്കാൻ കേട്ടോ. ഇങ്ങോട്ട് കൊണ്ട് സോറി, പറഞ്ഞല്ലേ നീ ഇടണ്ട, ഞാൻ ഇട്ടോളാന്ന്. അപ്പൊ നോക്കിയോ, പോയടാ. നിർത്താൻ ഞാൻ ഫ്ലിപ്പ് ചെയ്ത് ശരി ശരി ആ കൊണ്ടോ. പപ്പ ഇടാൻ പോകുന്നു. പിടിച്ചോ അമ്പൂല. കുപ്പി തരാനാ പറഞ്ഞ. ശരി 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 ശരി. ഞങ്ങള് ട്രിക്ക് മനസ്സിലായി ശരിക്കും. രണ്ടെണ്ണം കൂടെ മതി. അപ്പൊ ഞാൻ ഇടാൻ പോവാ. എനിക്കിത് ഞാൻ ഇത് കംപ്ലീറ്റ് എന്തായാലും അത് എനിക്കുള്ളതാ, നീ ഇടേ. പറയാൻ പോലും സമ്മതിച്ചില്ല കേട്ടോ. പപ്പ തോക്കൂടാ. ഇല്ലടാ, പപ്പ ജയിക്കും. ഇത് വീഴും. വീണായിരുന്നു, നീ അത് കൊള്ളാം. പിടിച്ചോ. പപ്പ 8 നില പൊട്ടി. പിന്നെ പതിയിട്. ഗുഡ്. ഓർണെങ്കിലും വീണ അത് ഭയങ്കര മാസമൊക്കെ വീണേ. അത് വന്നിരിക്കുന്നുണ്ടാവും. അടിച്ചേരെ. അപ്പൊ ജയിക്കാൻ പിടിച്ചോ. ഇനി ഞാൻ വീണ്ടും കൊണ്ടുപോണ്ടേ 3 റൗണ്ട്. നീ കളിക്കുന്നത് ശരിയല്ല. ഓക്കെ, സാൻഡ്വിച്ച് ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോഴെനിക്ക് കൊതിയായി. നിന്റെ ഓരോന്ന് വീടായിരിക്കുമ്പോ നെഞ്ചിൽ എന്തോ സന്തോഷം.
എടുത്ത് വെളിയിട്ടേക്കുന്നത്. Okay. എടാ, നിനക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. പിടിച്ചോ. പിടിച്ചു. 1 2 3 4 5 ഒത്തിരി ഉണ്ട്. 10 വട്ടം ഇട്ടാൽ നീ ഇന്നത്തോളം അടുപ്പിച്ച് 10 വട്ടം. 1 പടച്ചോനെ ഇങ്ങനെ 2 3 4 ഇത് നടത്തി കൊണ്ടുപോയാലാണ് ഇഷ്ടം. 5 പപ്പ തന്നെ പപ്പയുടെ സൈഡിൽ പടച്ചോനെ ഇത് മൊത്തം എനിക്ക് വീഴണേ. എന്റെ വയറ്റിൽ പോകേണ്ട സാധനമാണ് നീ ഇപ്പൊ അവിടെ വരെ കൊണ്ടുവച്ചു. ഓക്കെ, ഞാൻ പിടിച്ചു. താങ്ക് യു. അയ്യോ, എന്താ ബൂസ്റ്റ് ചെയ്യാത്ത? ഈ കുട്ടി കൊള്ളത്തില്ല. അതെ അതെ അതെ. കുപ്പിയിലെ ജ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തോ നമ്മള് നോക്കിയില്ലെങ്കിൽ നമ്മ കഥകളി കളിക്കും. നമ്മള് നോക്കിയില്ലേ തിരിഞ്ഞു നോക്കി സാധനം ഇവിടെ കാണത്തില്ല. അതൊക്കെ പിടിച്ചോ 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 അപ്പൊ പിടിച്ചോ. ഞങ്ങൾ നോക്കണമായിരുന്നു. വേണ്ട, ചുമ്മാ പറഞ്ഞു എന്തോ ഞാൻ പറഞ്ഞു. ഇപ്പൊ 50 ഉണ്ടടാ. നോക്കണേ നോക്കണേ. അമ്മ തോറ്റു. ഇതെനിക്ക് 50 വേണ്ടിട്ടുള്ള. അമ്പു എന്ത് പാമ്പു പെട്ടെന്ന് നീക്കടാ, സമയം പോന്നടാ. ഓയ് നമ്മുടെ വീട്. വീട് എന്റെ ഓരോ വട്ടം വീഴുന്നതിന് പൊന്നട പോകുന്ന നോക്കിയേ. എനിക്കത് വേണം. നിനക്ക് വേണോ? അമ്പു ഇത് വേണോ? പപ്പ ജയിക്കണോ? പപ്പ ഇത് ഇട്ടിട്ട് അടുത്ത ഇട്ട് നമുക്ക് എടുത്തിട്ടുണ്ടോ കേട്ടോ. അയ്യോ, അതെ കഴിയോ? കറണ്ട് പോകുമ്പോ എനിക്ക് ടിപ്പ് പറഞ്ഞു തരുമോ? ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ വീഴുന്നു. ഇവിടെ നോക്കിക്കോടാ, നീ കാണാണോ ഇത്? അമ്പോ എനിക്കത് ഇവിടെ കൊണ്ടുവരണം. അയ്യോ, നീ കൊണ്ടുവന്ന് അവിടെ വെറുതെ ഇരിക്കുമല്ലേ? കേട്ടോ പിടിച്ചോ. അമ്മ ചോദിച്ചാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഓ അത് വീഴാൻ പോയതാണേ. എന്റെ കൊച്ചു പറഞ്ഞത് മമ്മാനാണ്. പിന്നെ അതവള് ചുമ്മാ പറയാ, തമാശ. അപ്പൊ ഇത് പപ്പാടെ അല്ലേ? നോ പറ. പപ്പാക്ക് അമ്പൂനും ഉള്ളത് അടിച്ചടി തന്നെ പിണങ്ങി. അമ്പ് പിണങ്ങി. പറ്റിച്ചതാണോ? സ്റ്റാർട്ട് ചെയ്യാമേ. പിടിച്ചോ. അമ്പോ അമ്മായി പേടിപ്പിക്കണം. ഫോഴ്സിൽ പോകണ്ടേ? ഞാൻ മറ്റേ നീ മാറ്റിയിട്ട് എനിക്കൊന്നും കിട്ടാതെ. മനസാക്ഷി ഇക്കാര്യത്തിലൊട്ടുമില്ല. ഈ കാര്യത്തിൽ നമ്മൾ രണ്ടാളാ. ചാലഞ്ചിൽ എന്ത് ബന്ധം അല്ലേ? പിന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് തുടങ്ങി. ഇപ്പം വീഴും. നടക്കി പോകത്തില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചതേ ഇത്രയേ ഉള്ളപ്പോ പെട്ടെന്ന് തീരുന്ന വിചാരിച്ചത്. അതുകൊണ്ട് ഒരു കട മൊത്തം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒരു വട്ടം അല്ല, നമ്മൾ പണ്ട് ഒരു ക്യാരംസ് ഒക്കെ കളിക്കുമ്പോ വീണ്ടും കളിച്ചു കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് വരുമ്പോ നിനക്കില്ലെന്ന് പറയും. അമ്പൂര് വരെ അറിയാം. അതല്ലേ അമ്പൂ? ഓ വീടുന്നില്ലടാ.
വീട് നോക്കണം. പിന്നെ ഇതിങ്ങനെ ആളെ വെട്ടിലിങ്ങനെ ഇട്ടാ വീഴും. വീഴുന്നത് എന്റെ ചെവി. അമ്മ കഴിഞ്ഞോ ആ, പിച്ചയോ നമുക്കിത് നന്നായി തിന്ന് കാണിക്കണം കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നുള്ളൂ. അങ്ങനെ എടുക്കും. എടുക്കും. നീ ടേബിൾ കുലുക്കുന്നുണ്ടോ ഞാൻ ഇടുമ്പോ? കള്ളക്കളി അമ്മ വീണെന്ന്. അപ്പോ ടങ്കിൻ ടക്കി ടങ്കിൻ ടക്കി ടങ്കിൻ ടക്കി ടങ്കിൻ ടക്കി 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 നിലവിളി ശബ്ദം ഞാൻ മാറി അറിഞ്ഞാ എന്തടി ഞാൻ പറഞ്ഞു നിനക്ക് ഇടാൻ പറ്റുന്നത് നിനക്ക് കഴിവില്ലെന്ന്. നീ നോക്ക്, നീ കണ്ട് ആസ്വദിക്കാലോ. ഞാൻ കഴിക്കും, നിനക്ക് കാണാനുള്ള സ്വാഭാവികം നിനക്കുണ്ട്. നമ്മളിങ്ങനെ പൊളിക്കുന്നു, അവരൊക്കെ അങ്ങോട്ട് അഴിച്ച് കളയും. ചിക്കൻ സാൻഡ്വിച്ച് ആട്ടോ. പന്ന സ്മെല്ല് ഇത് പന്നലാതെ കണ്ട കൈ 2 ദിവസമായത്. പൊളി വല്ലാണ്ട് സൂപ്പർ. ഒരു കാര്യം കാണാനുണ്ട്. ഒരു കടി മതിയോ? അയ്യാ പപ്പ മമ്മനെ കടിച്ചടാ. കടിച്ചടാ. അപ്പൊ ഈ ചാലഞ്ച് ഇവിടെ തീർന്നായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. ഇത് കാണും നല്ല പിന്നെട്ടാ. അപ്പൊ ഇത്രയും നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് എനിക്കും കിട്ടിയിരിക്കണി ഗൈസ്. അതുകൊണ്ടല്ലേ എനിക്ക് പൊതിഞ്ഞിട്ടായിരിക്കണം. ഞാൻ ഇത് തന്നെ തിന്നണം, എന്റെ വേറെ നശിക്കണം. സെറ്റ് സാധനടാ. ഇതെവിടെ വാങ്ങിയാ നീ? ഞാനോ ചന്തയിൽ മേടിച്ചതാ. ഗൈസ് അപ്പൊ എന്തായാലും ഈ ചലഞ്ചിൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ. പപ്പ ജയിക്കുന്ന പറഞ്ഞാൽ ജയിച്ചിരിക്കും അല്ലേ അമ്പു? ഹാപ്പി. താങ്ക് യു ഗൈസ്. ജയിച്ചത് ഞാനാണെങ്കിലും എന്റെ ആ ഒരു എന്തോടാ അമ്മക്ക് കൊടുക്കണ്ടായിരുന്നു. പപ്പ മേടിച്ച് കഴിക്കട്ടെ. ഗൈസ് ഞാനാണ് ജയിച്ചതെങ്കിൽ എന്റെ ഒരു മനസ്സിന്റെ ഒരു ആ വലിപ്പം കൊണ്ട് കഷ്ടപ്പെട്ട് ജയിച്ചത് ഞാൻ. ക്രെഡിറ്റ് മൊത്തം നിനക്ക് വേണ്ട. എനിക്ക് വേണ്ട ഗൈസ്. അപ്പം എന്റെ ഒരു മനസ്സിന്റെ ആ വലിപ്പം കാരണം ഞാൻ അത് കൊടുത്തു. ഇല്ല പിന്നെ നാളെ എനിക്കൊരു പണി ആവരുതല്ലോ. അതണ്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു ഗൈസ്. അപ്പൊ